കുട്ടികളെ നമസ്കാരം. മഹാകവി വള്ളത്തോൾ താൻ ചെയ്ത ആതിഥ്യ സൽക്കാരം സ്വീകരിക്കാതെ അകന്നകന്നു പോകുന്ന പ്രാവിനെ മുൻനിർത്തിക്കൊണ്ട് മനുഷ്യൻ്റെ വിശേഷബുദ്ധിയുണ്ട് എന്ന് അഭിമാനിക്കുന്ന മനുഷ്യൻ്റെ അഹങ്കാരം ഇതൊക്കെ തുറന്നു കാണിച്ചു തരികയാണ് ഈ അടുത്ത ശ്ലോകങ്ങൾ. അത് 17ഉം 18ഉം ശ്ലോകങ്ങൾ വഴി നമുക്ക് ആ ശ്ലോകത്തിൽ ആദ്യത്തെ ശ്ലോകം 17ാമത്തെ ശ്ലോകം ആദ്യം നോക്കാം. അവനീശതവേണമാഢ്യനുർവീധവനാശിപ്പത് ചക്രവർത്തിയാകാൻ അവനോ ഭുവനാധിപത്യലുബ്ധൻ ശിവനെ മർത്യനു തൃഷ്ണതീരലുണ്ടോ. ഇതിൻ്റെ അന്വയം: ആഢ്യന് അവനീശത വേണം, ഉർവീധവൻ ചക്രവർത്തിയാകാൻ ആണ് ആശിപ്പത്, അവനോ ഭുവനാധിപത്യലുബ്ധൻ ആണ്, ശിവനെ മർത്യന് തൃഷ്ണതീരൽ ഉണ്ടോ എന്നാണ് ഇതിൻ്റെ അന്വയം. ഇതിൻ്റെ അർത്ഥം ആഢ്യൻ എന്ന് പറഞ്ഞെങ്കിൽ സമ്പന്നൻ, ധനികൻ എന്നൊക്കെ അർത്ഥം. അപ്പോൾ അയാൾക്ക് അവനീശത, അതായത് അവനിയുടെ ഈശത, ഭൂമിയുടെ അതിൻ്റെ ഈശനാവണം, അതിൻ്റെ സ്വാമീഭാവം കിട്ടണം. അതായത് അവനീശൻ എന്ന് പറഞ്ഞാൽ രാജാവ് എന്ന് ചുരുക്കം. അപ്പോൾ സമ്പന്നനായാൽ പോരാ, അയാൾക്ക് രാജാവാവണം. അപ്പോൾ അധികാരം കൂടി വേണമെന്നർത്ഥം. എന്നാൽ സന്തോഷമാവുമോ? ഇല്ല. അത് പിന്നെ അയാൾക്ക് ചക്രവർത്തിയാവണം. അതായത് രാജാക്കന്മാരുടെയും രാജാവാണല്ലോ ചക്രവർത്തി. അപ്പോഴാണ് തൃപ്തിയാവുള്ളൂ. എന്നാൽ തൃപ്തിയാവുമോ? അതുമില്ല. അപ്പോൾ നോക്കുമ്പോൾ വേറെയും ചക്രവർത്തിമാരുണ്ട്. അപ്പോൾ എല്ലാ ചക്രവർത്തിമാരിലും വെച്ച് കേവനാവണം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ വേറെ ആരും തന്നെക്കാൾക്ക് മീതെ ഉണ്ടാവാൻ പാടില്ല. ലോകത്തിൻ്റെ മുഴുവൻ അധീശത അത് വേണം എന്നാവും. അതാണ് അവനോ. ഈ ചക്രവർത്തിയായിട്ടുള്ള ആള് ഭുവനാധിപത്യലുബ്ധൻ, ഭുവനത്തിൻ്റെ, ഭൂമിയുടെ, ലോകത്തിൻ്റെ ആധിപത്യം, അതിൻ്റെ മുഴുവനും സ്വാമിയായിട്ട്, രാജാവായിട്ട് ഇരിക്കണ ഒരവസ്ഥ, അത് വേണം. എന്നാലാണ് തൃപ്തിയാവുള്ളൂ അർത്ഥം. അപ്പം അങ്ങനെ ദൂരെ ഇങ്ങനെ കൂടി 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 വരണം. എത്ര കിട്ടിയാലും പോരാ, അതിലും മീതെയാവണം, അതിലും വേണം എന്നുള്ള ധാരാളം ഉള്ള ഒരാളാണ് മർത്യന് തൃഷ്ണതീരലുണ്ടോ. മർത്യൻ എന്ന് പറഞ്ഞാൽ മരണസ്വഭാവമുള്ള ആളാണ്. എന്ന് വേണമെങ്കിൽ, എപ്പോൾ വേണമെങ്കിൽ മരിച്ചു പോവാം, അങ്ങനെ ആൾക്ക്. പക്ഷെ ആ തൃഷ്ണയുണ്ടല്ലോ, അത് തീരലില്ല എന്നാണ് കവി പറഞ്ഞുകൊണ്ടുവരുന്നത്. ചുരുക്കത്തിൽ അതിമോഹം ചക്രം ചവിട്ടും, അധികം ദുര പാടില്ല, അത് ആപത്താണ്, അത് ഒഴിവാക്കണം എന്ന ഗുണപാഠമാണ് നാം ഇതിൽ നിന്ന് പഠിക്കേണ്ടത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. ഗുരുഗർവോടു തൻ്റെ മേന്മ മാത്രം കരുതും ബുദ്ധിവിശേഷമുള്ള മർത്യൻ ഒരു കോലളവൂഴി കിട്ടുവാനായി പുരുരക്തക്കടലായിരം ചമപ്പൂ. ബുദ്ധിവിശേഷമുള്ള മർത്യൻ ഗുരുഗർവോട് തൻ്റെ മേന്മ മാത്രം കരുതും ഒരു കോലളവ് ഊഴി കിട്ടുവാനായി പുരുരക്തക്കടൽ 1000 ചമപ്പൂ എന്നാണ് ഇതിൻ്റെ അന്വയം. വിശേഷബുദ്ധിയുള്ള, അതായത് ധർമാധർമ്മങ്ങൾ വേർതിരിച്ചറിയാൻ കെൽപ്പുള്ള ആളാണ് മനുഷ്യനാണ് വെപ്പ്. അത് മർത്യൻ പറഞ്ഞാൽ മരണസ്വഭാവമുള്ള ആളുമാണ്, എപ്പോൾ വേണമെങ്കിൽ മരിച്ചു പോവുകയും ചെയ്യാം. അങ്ങനെയുള്ള ആ മനുഷ്യൻ ഗുരുഗർവ്, ഗുരു എന്ന് പറഞ്ഞാൽ കനത്തത്, ഗർവ് അഹങ്കാരം. അപ്പം അതികഠിനമായിട്ടുള്ള അഹങ്കാരത്തോടുകൂടി തൻ്റെ മേന്മ,
തൻ്റെ കേമത്വം അത് മാത്രം കരുതി അത് മാത്രം കണക്കാക്കിക്കൊണ്ട് ഒരു കോലളവ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ നിസ്സാരമായ അത്യധികം ചെറുതായിട്ടുള്ള ഒരു അളവാണത്. പണ്ട് കാലത്ത് ഇപ്പോൾ നമുക്ക് മെട്രിക് സിസ്റ്റം അല്ലേ, സെൻറ്റിമീറ്റർ, മീറ്റർ, അങ്ങനെ അളവുകൾ. പണ്ട് അതിന് മുമ്പ് ബ്രിട്ടീഷുകാർ പഠിക്കുന്ന കാലത്ത് ഇഞ്ച്, അടി എന്നുള്ള മാതിരിയായിരുന്നു. ഇതിപ്പോൾ അതിന് മുമ്പത്തെ കോലുകൊണ്ട് ഉള്ള അളവ്, ആ ഒരു കോലെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10-28 ഇഞ്ചിൻ്റെ നീളം ഉണ്ടാവും ഈ ഇളക്കണ കോല്. വേറെ തൂക്കാനും കോലുണ്ടായിരുന്നു, അതിന് 24 ഇഞ്ചുള്ള വെള്ളിക്കോല് ചില പലയാതി ഉണ്ട്, അത് വല്ല അടയാളമൊക്കെ പെടുത്തിക്കൊണ്ട്. അപ്പോൾ ഈ ഒരു കോലളവ് എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു 70 സെൻറ്റിമീറ്ററൊക്കെ നീളമാണ് ഇപ്പോൾ ഇത് ഒരു കോലെന്ന് ഏകദേശം നടത്തം. അപ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ഭൂമി കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ഈ ഗുരു ഗർവോട് വളരെയധികം ഗർഭത്തിലുള്ള ഒരു മനുഷ്യൻ ഒരു കോലളവ് ഊഴി ഭൂമി കിട്ടുവാനായിട്ട് പുരുരക്തക്കടൽ, പുരു എന്ന് പറഞ്ഞാൽ വളരെ വലുത്, അത് അങ്ങനെയുള്ള രക്തക്കടൽ, രക്തം നിറഞ്ഞു നിൽക്കുന്ന കടൽ, അങ്ങനത്തെ 1-2 എന്നല്ല 1000 ചമപ്പൂ ആണ്. ഒരു 1000 രക്തക്കടലുണ്ടാവണം വെച്ചാൽ എത്ര ആൾക്കാരെ കൊല്ലണം? അപ്പം അത്ര അധികം ആൾക്കാരെ കൊല്ലാനും വെട്ടി മൂടാനും ഒരു വിഷമവും ഇല്ല എന്നർത്ഥം. അത് പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി ആലോചിക്കണം. ഈ സാഹിത്യമഞ്ജരി 1-ാം ഭാഗത്തിലാണ് ഈ ഹരിപ്രാവുള്ളത്. അക്കാലത്ത് അത് 1918 എഴുതിയെന്നാണ് കാണുന്നത്. അപ്പോൾ 1-ാം ലോക മഹായുദ്ധം 1914 തുടങ്ങി 19 വരെയൊക്കെ നീണ്ടു നിന്നുണ്ട് അത്. അപ്പോൾ 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതികളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഈ സംഗതികളൊക്കെ ഈ പ്രാവിനെ മുൻനിർത്തി നമുക്ക് കവി പറഞ്ഞു തരുന്നത്. ചുരുക്കത്തിൽ വിശേഷബുദ്ധിയുണ്ടെന്ന് അഭിമാനിക്കുന്ന മരണശീലമുള്ള മനുഷ്യൻ ഒരു ചെറിയ ഭൂമിക്ക് വേണ്ടിയിട്ട്, പൊതുവെ എല്ലാ യുദ്ധങ്ങളും മണ്ണിനും പെണ്ണിനും വേണ്ടിയാണ് എന്ന് ഒരു ചൊല്ലുണ്ട്. ആ യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊല്ലുന്നു, രക്തക്കടൽ ഉണ്ടാക്കുന്നു എന്നാണ്. ഇത് ബുദ്ധിയുള്ള മനുഷ്യർക്ക് ചേർന്ന പണിയല്ല എന്നും വിശേഷ ബുദ്ധിയുള്ളവർ നിങ്ങൾ ചിന്തിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കൂ എന്നുള്ള ഒരു ഗുണപാഠവും കൂടി കുട്ടികളെ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാം. ഇനി നമുക്ക് ഇത് ഒന്നുകൂടി ചൊല്ലി ഈ ശ്ലോകം ഇത് അവസാനിപ്പിക്കാം. അവനീശതവേണമാഢ്യനുർബീധവനാശിപ്പത ചക്രവർത്തിയാകാൻ അവനോ ഭുവനാധിപത്യലുബ്ധൻ ശിവനെ മർത്യനു തൃഷ്ണതീരലുണ്ടോ? ഗുരുഗർവോടു തൻ്റെ മേന്മ മാത്രം കരുതും ബുദ്ധിവിശേഷമുള്ള മർത്യൻ ഒരു കോലളവൂഴി കിട്ടുവാനായി പുരുരക്തക്കടൽ 1000 ചമപ്പൂ. ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. അടുത്ത ശ്ലോകങ്ങൾ അടുത്ത ദിവസമാവട്ടെ. എല്ലാവർക്കും നമസ്കാരം.